ഇന്ന് നമുക്ക് ഈ ഒരു ഡിസൈൻ വരക്കാൻ പഠിച്ചാലോ? അപ്പോൾ ഇത് ചെറിയ കുട്ടികളുടെ കയ്യിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ഡിസൈനാണ് കേട്ടോ. അപ്പോൾ താഴ്ന്ന് ഇതേപോലെ ഒരു കർവ്ഡ് ലൈൻ ഇങ്ങനെ ചെറിയ ഫിംഗർക്ക് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു ലൈനുമ്പോൾ ഇതേപോലെ ഓരോ റൂട്ട്സ് വരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഓരോ റൂട്ട്സ് വരക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ ഫിംഗർ എത്തണ വരെ മാത്രം വരച്ചു കൊടുത്താൽ മതി കേട്ടോ. ഫിംഗർക്ക് ഇതേപോലെ റൂട്ട്സ് വരക്കേണ്ട ആവശ്യമില്ല, കാരണം അവിടെ റൂട്ട്സ് വരക്കാനുള്ള ഒരു സ്പേസ് ഇല്ല. ചെറിയ ഫിംഗറല്ലേ, നമ്മുടെ വലിയ ഫിംഗറിൻ്റെ അത്ര സ്പേസ് വരുന്നില്ല അവിടെ. അതിനുശേഷം നമ്മൾ വരച്ചിട്ടുള്ള ഓരോ റൂട്ട്സുമ്മലും ഇതേപോലെ ലീവ്സ് ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. ലീഫും അതിൻ്റെ ഇടയ്ക്ക് വരുന്നൊരു ഡോട്ടിട്ട് താഴേക്കൊരു വള്ളി പോലെ വരക്കൂലേ, അത് ആ ലീഫിൻ്റെ മേലെ ആക്കിയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ആ ഒരു എലമെൻറ്റിൻ്റെ പേര് പറയാൻ കിട്ടണില്ല, അതുകൊണ്ടാണ്. ആ ഒരു ലീഫും ആ ഒരു എലമെൻറ്റും ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ മേലെ വരെ വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് വലിയ കയ്യിലിടാൻ പറ്റിയിട്ടുള്ള ഡിസൈനാണ്, പക്ഷേ ഏറ്റവും ബെറ്റർ ചെറിയ കയ്യിൽ വരക്കും. ഇതിങ്ങനെ തിങ്ങി നിൽക്കുമ്പോൾ ആ ഒരു കയ്യുമ്മക്ക് ഈ ഒരു ഡിസൈൻ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ റൂട്ട്സുമ്മലും ഇതേപോലെയുള്ള ലീഫും ഈ ഒരു ചെറിയ എലമെൻറ്റും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. ഇനി ആ ഒരു ഫിംഗറിൻ്റെ മേലേക്ക് വരുന്ന ആ ഒരു ഭാഗത്തില്ലേ, വെറും ലീഫ് മാത്രം ആക്കിയിട്ട് വരച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഈ രണ്ട് എലമെൻറ്റ് തന്നെ നമുക്ക് മിക്സ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. ഇനി ബാക്കിയുള്ള ഫിംഗറിൽ ഇതേപോലെ ഒരു ക്യാപ്പ് ഡിസൈനാണ് കേട്ടോ കൊടുക്കുന്നത്. ക്യാപ്പ് ഡിസൈൻ വരക്കാനായിട്ട് ഇതേപോലെ രണ്ട് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഫിംഗേഴ്സിൽ ഇങ്ങനെ താഴേക്ക് ഓരോ കർവ്ഡ് ലൈൻ വരച്ചിട്ട് അതുമേലൊക്കെ ഈ ലീഫ് ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാ ഫിംഗേഴ്സിലും വരച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഫിംഗറിൻ്റെ ആ ഒരു ക്യാപ്പൊക്കെ ഫില്ല് ചെയ്തെടുക്കും കൂടി ചെയ്യട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു ഡിസൈൻ്റെ ഫൈനലായിട്ട് വരുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസും ചാനലൊന്ന് സബ്സ്ക്രൈബ് ആക്കുക, സപ്പോർട്ടാക്കുക, എല്ലാവർക്കും ഒക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക കേട്ടോ.